വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടുപോയി. പക്ഷേ അച്ഛൻ അവളുടെ ലോകമായി മാറി. ഓരോ സ്റ്റെപ്പിലും അച്ഛൻ അവളുടെ കൂടെ നടന്നു. എത്രത്തോളം ടഫായ ജീവിത സാഹചര്യമാണെങ്കിലും അച്ഛൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവള് താഴെ വീണ് കാൽമുട്ടിന് മുറിവ് പറ്റി. അച്ഛൻ ഓടിയെത്തി അവളുടെ മുറിവ് തുടച്ചു കൊടുത്തു, മരുന്ന് വെച്ച് കെട്ടി. എന്നിട്ട് പറഞ്ഞു, യു വിൽ ബി ഓക്കെ മൈ ബ്രേവ് ഗേൾ. അങ്ങനെ അച്ഛന്റെ സ്നേഹത്തിലും കരുതലിലും അവൾ വളരുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഡാൻസിനോട് വല്ലാത്ത പാഷൻ തോന്നി. അച്ഛൻ അവളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ആദ്യമായി സ്റ്റേജിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ അവൾ വല്ലാതെ നെർവസായി. അപ്പോഴും അവൾക്ക് ധൈര്യം പകരാൻ ആ സ്റ്റേജിന്റെ പിന്നിൽ അച്ഛൻ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അവൾ വളരെ അറിയപ്പെടുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസറായി മാറി. ഡാൻസ് അവൾക്ക് പ്രശസ്തിയും പണവും നേടിക്കൊടുത്തു. അങ്ങനെ അച്ഛൻ അവളോട് ഇടയ്ക്കിടെ കുറച്ചായിട്ട് പണം ചോദിച്ചു തുടങ്ങി. അവളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അച്ഛൻ ആ പണം ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ മോശമായ ഒരു കാര്യമായി അച്ഛൻ്റെ ഈ പണം ചോദിക്കൽ തോന്നിത്തുടങ്ങി. അവൾ ചിന്തിച്ചു, എന്തിനാണ് അച്ഛൻ എപ്പോഴും ഇത്രത്തോളം പണം? അങ്ങനെ ഒരു ദിവസം അച്ഛന് പണം കൊടുക്കുന്നത് അവൾ അങ്ങ് നിർത്തിക്കളഞ്ഞു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം അവൾക്കൊരു ഇഞ്ചുറി സംഭവിച്ചു. ഡോക്ടർ അവളോട് ഡാൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവളുടെ കരിയർ ഒരൊറ്റ രാത്രി കൊണ്ട് നിലച്ചു. ഡാൻസ് കരിയർ എന്നേക്കുമായിട്ട് അവസാനിച്ചതോടെ ഭാവി സുരക്ഷിതമാക്കാനായി അതുവരെ സമ്പാദിച്ച പണമെല്ലാം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല അവൾ കണ്ടുപിടിച്ചു. പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് തന്നെ ക്രാഷായിപ്പോയി. അവൾ അതുവരെ സമ്പാദിച്ച, അവൾ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പണവും അവൾക്ക് നഷ്ടമായി. ആ ഫൈനാൻഷ്യൽ ലോസിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അവൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ മാസങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു ദിവസം അച്ഛൻ്റെ കത്ത് അവളെ തേടിയെത്തുകയാണ്. അപ്പോഴും അവൾ വിചാരിച്ചു, അച്ഛൻ പണം ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കത്തെഴുതിയിരിക്കുന്നു. വായിച്ച ഉടനെ വളരെ ഹാഷായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അവൾ ആ കത്ത് പൊട്ടിച്ചത്. ആദ്യത്തെ വരി അവൾ വായിച്ചു. മോളെ, നീ ഇപ്പോൾ ഇത് വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ ഈ ലോകത്ത് ജീവനോടെ ഇല്ല എന്നാണ്. അവളുടെ കണ്ണുനീര് പൊഴിഞ്ഞു തുടങ്ങി, കൈകൾ വിറച്ചു തുടങ്ങി. വിതുമ്പിക്കൊണ്ട് ബാക്കി കൂടി അവൾ വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നീ ആദ്യമായിട്ട് നിന്റെ കുഞ്ഞു ചുവടുകൾ വെച്ചത്, എൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ പഠിച്ചത്. അന്നൊക്കെ നീ വിചാരിച്ചു ഞാൻ നിന്നെ രക്ഷിക്കുകയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നിന്റെ അമ്മ നമ്മളെ വിട്ടു പോയതിനു ശേഷം ഓരോ ദിവസവും നീ എന്നെ രക്ഷിക്കുകയായിരുന്നു. ഓരോ തവണ നീ ചിരിച്ചപ്പോഴും ഞാൻ പ്രതീക്ഷ കണ്ടു. ഓരോ തവണയും നീ ഡാൻസ് ചെയ്തപ്പോൾ നിന്റെ അമ്മയുടെ സൗന്ദര്യം ഞാൻ നിന്നിൽ കണ്ടു. ഓരോ തവണയും നീ വീണു പോയപ്പോൾ നിന്റെ വേദന എനിക്കെടുക്കാൻ പറ്റിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ ഓരോ തവണയും വിചാരിച്ചു ഞാൻ എനിക്ക് വേണ്ടി പണം ചോദിക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് നിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നതായിരുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള പണം എല്ലാം തന്നെ ഞാൻ നിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് കത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റുകളുടെ ഇന്നത്തെ വാല്യൂ മാത്രം മതി നിന്റെ ഭാവി എന്നേക്കുമായി സുരക്ഷിതമാവാൻ. ഞാൻ എന്നും നിന്നെ സ്നേഹിക്കും. ഞാൻ എന്നും നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ജീവിതം വളരെ കാഠിന്യമുള്ളതായിട്ട് നിനക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ മതി. ഐ പ്രോമിസ് യു, നിനക്കവിടെ എന്നെ കാണാം. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം വളരെ നിശബ്ദമാണ്. ഇറ്റ്സ് നോട്ട് ലൗഡ്. അവരോട് നന്ദി ചോദിക്കാനോ ക്ഷമ പറയാനോ ഉണ്ടെങ്കിൽ ലേറ്റായി പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ അത് ചെയ്യുക. കാരണം പലപ്പോഴും വേണ്ടപ്പെട്ടവരുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത് അവരെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയതിനു ശേഷമായിരിക്കും.